Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. Competitive Cracker പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബികോം ക്വാളിഫിക്കേഷൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു എക്സാം അല്ലെ. നമുക്കറിയാം രണ്ട് കാറ്റഗറി നമ്പറിലായിട്ട് വിളിച്ചേക്കുന്ന എക്സാം ആണ്. ഇതിന് ഒരൊറ്റ എക്സാം ആണ്, ഒരേ ഒരു എക്സാം ആണ്. രണ്ട് കാറ്റഗറി നമ്പർ ആണെങ്കിലും ഒരേ ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. 10 മൊഡ്യൂളുകൾ അടങ്ങിയിരിക്കുന്ന ഒരു സിലബസ് ആണുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരുന്നു, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന എക്സാം. അപ്പൊ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകളാണ് നിങ്ങളിൽ ഭൂരിഭാഗവും. അതിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃത്യമായി പഠിക്കാനായിട്ടൊക്കെ തുടങ്ങിയ ആൾക്കാരായിരിക്കും. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനുകളും ഒരുപാട് സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഇവിടുത്തെ എൻക്വയറിയിൽ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മളോട് കോമൺ ആയിട്ട് വന്നേക്കുന്ന കുറെ അധികം സംശയങ്ങൾ എന്ത് ചെയ്യുക, തീർത്തു തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ എക്സാം എന്ന് നടക്കും എന്നുള്ള കാര്യം. നമുക്കറിയാം എന്തായാലും മാർച്ചിന് ശേഷം മാത്രമേ ഈ എക്സാം നടക്കത്തുള്ളൂ. ഈ എക്സാം നമുക്ക് സമയമുണ്ട് അല്ലെ, മാർച്ച് വരെ നമുക്ക് സമയമുണ്ട്. നമ്മളുടെ മുന്നിൽ ഏകദേശം ഒരു 4 മാസം എന്താണെങ്കിലും ഉണ്ട്. ഓർത്തു വെക്കുക, 4 മാസത്തെ ടൈം മിനിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം നമുക്ക് എത്ര മാസമുണ്ട്? 4 മാസത്തെ സമയമുണ്ട്. 4 മാസം സമയമുണ്ട്. എന്നാ പിന്നെ പയ്യെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എത്ര മൊഡ്യൂളുകളാണ് ഉള്ളത്? 10 മൊഡ്യൂളുകളുണ്ട്. 10 മൊഡ്യൂളുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട മൊഡ്യൂളുകളാണ്. കൊമേഴ്സിന്റെ എംകോം അല്ലെങ്കിൽ ബികോം എംകോം ലെവലിലുള്ള 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു അല്ലെ, ഇതേ സെയിം സിലബസിൽ വന്ന ഒരു എക്സാം നടന്നിരുന്നു. ഏതായിരുന്നു എക്സാം? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എക്സാം നടന്നിരുന്നു. അത് എഴുതിയ ആളുകൾക്ക് അറിയാം എത്രത്തോളം ഡെപ്തിലാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന്. അതേ ഒരു പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്സാം ടൈം നമുക്ക് എന്തായാലും മാർച്ചിന് ശേഷമേ എന്തുള്ളൂ, എക്സാം ഉണ്ടാവുകയുള്ളൂ. ഷുവർ ആണ്. അപ്പൊ നമ്മളുടെ മുന്നിൽ എന്തുണ്ട്? സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. ഇനി ടൈം ഓർത്ത് ആരും എന്ത് ചെയ്യരുത്, പേടിക്കരുത്. അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു, പഠിക്കാനായിട്ട് സമയമുണ്ടോ എന്നൊന്നും അല്ല, പഠിക്കാനായിട്ട് സമയമില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കുന്നവരുണ്ട്. അല്ല, ഒരുപാട് സമയമുണ്ട് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്നവരുണ്ട്. അതൊന്നും അല്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ നിമിഷവും നമുക്ക് എന്ത് ചെയ്യാനാണ്, പഠിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ പ്രാരംഭ ശൂരത്വം എന്ന് പറയും. ആദ്യം അപ്ലൈ ചെയ്ത ഉടനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു, പിന്നെ എന്ത് ചെയ്യുന്നില്ല, അത് പഠിക്കുന്നില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠനം നിലനിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും, റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, മാർച്ച് വരെ നമ്മളുടെ മുന്നിൽ സമയമുണ്ട്. മിനിമമാണ് ഞാൻ പറയുന്നത്. മാർച്ചിന് അപ്പുറത്തേക്ക് ഒരു 4, 5, 6 മാസമൊക്കെ വരെ ചിലപ്പോൾ കിട്ടും. മിനിമം നമുക്ക് 4 മാസം ടൈം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തോണം, ഇപ്പോഴേ തുടങ്ങുവാണെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് കവർ ചെയ്യാനും റിവിഷൻ നടത്താനും കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യാനും അതോടൊപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്യാനും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. കട്ട് ഓഫ് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ ഏകദേശം 65-നും 65 പോയിന്റ് സംതിങ് ആണ്, 65, 66 രണ്ടെണ്ണത്തിനായിട്ട് വന്നത്. അപ്പം ഓർത്ത് വെക്കുക, ഒരു 70, മിനിമം 70 പിടിച്ചോ, 70-ന് മേളിലോട്ട് നമ്മൾ വാങ്ങണം. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. കട്ട് ഓഫ് നമ്മൾ എക്സാം എഴുതിയില്ല എങ്കിൽ പോലും ഞാനൊരു പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തോണം, 70 മാർക്കെങ്കിലും മിനിമം മേടിക്കും എന്നുള്ള രീതി. 70 മാർക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണം? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അല്ലെ. നമ്മൾ 30 മാർക്കിനോ 40 മാർക്കിനോ ഉള്ള ഒരു എക്സാം പോലെ അല്ല. ഇത് ബികോംകാർ മാത്രമേ എഴുതത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബികോമിനകത്ത് നല്ല നോളജ് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ ബികോം സിലബസിനകത്തുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് തന്നേക്കുന്ന സിലബസിനകത്തുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 70 മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇത്ര കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ, അതായത് എന്താണോ PSC എക്സാമിന് വേണ്ടത് ആ രീതിയിൽ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ 70 മാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ തന്നെ ഓർത്ത് വയ്ക്കുക, നിങ്ങളൊരു ജനറൽ PSC എഴുതുന്നതും നിങ്ങളൊരു സബ്ജക്ട് PSC എഴുതുമ്പോഴും നിങ്ങളുടെ മാർക്കിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ മിനിമം നിങ്ങൾക്ക് ഒരു 70 കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഇപ്പം വന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്നിട്ടുണ്ട്. 70, 71, 72 ഒക്കെ ഉള്ളവർക്കൊക്കെയാണ് കൂടുതൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം, 70 ഒക്കെ പ്രതീക്ഷിക്കാം. ചിലപ്പം എക്സാം ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ കുറച്ച് കുറയുവാണെങ്കിൽ നമുക്ക് എപ്പോഴും അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു 70, 80-ന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എത്ര കുറവാണെങ്കിൽ നമുക്ക് ആദ്യമേ അഡ്വൈസ് വരികയും നമുക്ക് ആദ്യം ജോലി കിട്ടുകയും ചെയ്യലേ. പിന്നെയുള്ള കുറേ പേരുടെ ചോദ്യമായിരുന്നു, ഇതിന് എത്ര എക്സാമുകളുണ്ട്? 2 പ്രിലിംസും മെയിൻസും
ഒക്കെ ആയിട്ട് എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല, ഒരൊറ്റ എക്സാമേ ഉള്ളൂ, ഒരേ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ഒരേ രീതി ഡിഗ്രി യോഗ്യത ഉള്ളതല്ലേ, അതുകൊണ്ട് 2 എക്സാം ഇല്ലേ? ഡിഗ്രി ലെവൽ എക്സാമുകൾ, അതായത് ജനറൽ PSC പോലെ 2 എക്സാം ഏതിനില്ല? ഈ ഒരു സബ്ജക്ട് PSC ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഈ ഒരു PSCയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നമ്മുടെ ഈ ജൂനിയർ അക്കൗണ്ടന്റിനെ സംബന്ധിച്ചുള്ള ഒരൊറ്റ എക്സാമേ ഉള്ളൂ 2 പോസ്റ്റിന് വേണ്ടി. അതായത് 2 പോസ്റ്റിന് വേണ്ടി ഒരൊറ്റ എക്സാം മാത്രമാണ് ഏതിൽ കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഒരു എക്സാം ഇതിന് കണ്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു എക്സാമേ ഉള്ളൂ. ആ എക്സാമിന് വേണ്ടി 10 മൊഡ്യൂൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക എന്നുള്ള കാര്യം ഓർത്തുക. ഒരേ ഒരു എക്സാമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു എക്സാം കൊണ്ട് നമുക്ക് 2 പോസ്റ്റിലെ കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ 2ൽ നിന്നും അഡ്വൈസ് വരും അല്ലേ? അതായത് കാറ്റഗറി നമ്പർ 2 കാറ്റഗറി നമ്പർ അല്ലേ? 2 കാറ്റഗറി നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വൈസ് വരും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇപ്പോൾ ആദ്യം അഡ്വൈസ് വന്നതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് രണ്ടാമത് മറ്റത്തിൽ നിന്നും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് എന്ത് ചെയ്യാം? നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് അല്ലെ? 2 ജോലി വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ പലരും ചോദിച്ചേക്കുന്നതാണ് സാലറി വളരെ കുറവല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. സാറേ ഇത് കമ്പനി ബോർഡിന്റെ ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ വരുമ്പോഴൊക്കെ എന്താണ് സാലറി വളരെ കുറവാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കമ്പനീസിന്റെ സാലറി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാലറി ബേസിക് സാലറി ആയിരിക്കും പലപ്പോഴും നിങ്ങൾ ഈ കാണുന്ന 15,000 അല്ലെങ്കിൽ 25,000 എന്നൊക്കെ കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഇൻഡസ്ട്രികളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയൽ DA വരുന്നുണ്ട്. പല കമ്പനികൾക്കും ഇൻഡസ്ട്രിയൽ DA ഒക്കെ 200% ഒക്കെയാണ് വരുന്നത്. ഇത് റിവൈസ് ചെയ്ത കമ്പനികളുണ്ട്, റിവൈസ് ചെയ്യാത്തതുണ്ട് അല്ലെ? റിവൈസ് ചെയ്തതും റിവൈസ് ചെയ്യാത്തതുമായിട്ടുള്ള കമ്പനികളുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന അഡ്വൈസ് വരുന്ന ഇപ്പോൾ ഒരു കമ്പനി റിവൈസ് ചെയ്തത് അതുപോലെ 200% DA ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 45 മുതൽ മുകളിലേക്ക് 40-45 മുതൽ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സാലറി കിട്ടും. ഉറപ്പാണ്, ഷുവറാണ്. ഈ പോസ്റ്റിൽ നിങ്ങൾ എക്സാം എഴുതി കയറുകയാണെങ്കിൽ ഒരു 40-ന് മുകളിലേക്ക് നിങ്ങൾക്ക് സാലറി ഷുവർ ആയിട്ട് കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, നല്ല സ്കെയിൽ ഓഫ് പേ ഉള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കമ്പനീസും കോർപ്പറേഷനുകളും ബോർഡുകളും ഒക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല സാലറി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏത് കമ്പനിയാണോ കിട്ടുന്നത് ആ കമ്പനിയിൽ എന്താണ് ഇൻഡസ്ട്രിയൽ DA എത്രയാണ് എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ റിവൈസ്ഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ റിവൈസ്ഡ് ചെയ്യാത്തതാണെങ്കിൽ ഉടനെ തന്നെ എന്താകും? റിവൈസ്ഡ് ആകുമ്പോൾ ഈ ഒരൊപ്പം സെയിം രീതിയിൽ തന്നെ സാലറി സ്കെയിൽ വരും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സാലറി ഉള്ളത് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു നമ്മളുടെ ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിന്റെ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ഉള്ള സംശയമാണ്, കുറച്ച് പേര് ചോദിച്ചേക്കുന്നതാണ് സിലബസ് മാറാൻ ചാൻസ് ഉണ്ടോ എന്ന്. ഒരു 90% എന്ത് ചെയ്യത്തില്ല? സിലബസ് മാറത്തില്ല, ഷുവറാണ്. സിലബസ് ഏതിന്റെ സിലബസ് തന്നെയാണ്? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എക്സാം, ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് എക്സാമിന്റെ സെയിം സിലബസ് തന്നെയായിരിക്കും ജൂനിയർ അക്കൗണ്ടന്റിന് വരുന്ന. മാറ്റം വരാനുള്ള ചാൻസ് ഇല്ല. മാറ്റം എന്താണ് 90% വരാനായിട്ട് ചാൻസ് ഇല്ല. ഇനി വന്നാൽ പോലും ഞാനൊരു 10% പറയുന്ന വന്നാൽ പോലും മാറ്റം വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് GST എന്ന് പറയുന്ന ഏരിയ, GST എന്ന് പറയുന്ന ഇൻകം ടാക്സിൽ GST എന്ന് പറയുന്ന ഏരിയയും കൂടി ആഡാകും. അത്രമാത്രമേ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉള്ളൂ. വരാൻ ചാൻസ് ഇല്ല. വന്നാൽ എന്താണ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് എന്തും കൂടി ആഡാകാനുള്ള ചാൻസ് ഉണ്ട്? GSTയും കൂടി ആഡാകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊന്നും തന്നെ ഇല്ല. സിലബസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റി കുട്ടികൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ് ഓൾറെഡി 2 ബാച്ചുകൾ, രണ്ടാമത്തെ ബാച്ച് അതായത് ആദ്യത്തെ ബാച്ച് ഫില്ല് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആണോ, ഓഫ്ലൈൻ ക്ലാസ് ആണോ, PDF ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം, CCയുടെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം CCയുടെ ഒരു ബാച്ച് ഇപ്പൊ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. ഈ രണ്ടാമത്തെ ബാച്ച് നമ്മളുടെ CCയുടെ ക്ലാസ്സുകൾ എല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട്. നമുക്ക് എപ്പോഴും എന്താണ് ഓൺലൈൻ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓർത്ത് വെക്കുക, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും. പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്താണ് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. CC സംബന്ധിച്ചിടത്തോളം CC എന്ത് ചെയ്യാറുണ്ട്? റെക്കോർഡ് ക്ലാസ്സുകൾ എല്ലാ മൊഡ്യൂളിലെ എല്ലാ ഏരിയയുടെയും റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. അതൊന്നും തന്നെ ഒരു ഏരിയ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്ലിയർ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ഈ ലൈവ് ക്ലാസ്സുകളിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുക്കുന്ന അധ്യാപകരെ പറ്റി പ്രത്യേകം എടുത്തു പറയണം. എല്ലാവരും തന്നെ നമ്മളുടെ HSST കൊമേഴ്സ് എക്സാം, അതുപോലെ NVT കൊമേഴ്സ് എക്സാം, അതുപോലെ തന്നെ നമ്മളുടെ CSEB ബാങ്ക് എക്സാം, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യിക്കുന്ന അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ അധ്യാപകരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇവർക്ക് പറഞ്ഞു തരാനായിട്ട്, നല്ല രീതിയിൽ എടുത്തു തരാനായിട്ട് ഷുവർ ആയിട്ട് പറ്റുന്ന ഏരിയ തന്നെയാണ് ഈ ജൂനിയർ അക്കൗണ്ട്
അക്കൗണ്ടന്റിന്റെ സിലബസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും നല്ല ഫാക്കൽറ്റീസിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും, നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ ക്ലാസ്സിന് നമ്മൾ PDF നോട്ടുകൾ ഓരോ ക്ലാസ്സുകൾക്കും എന്താണ്, നിങ്ങളൊരു പർട്ടിക്കുലർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആ റെക്കോർഡ് ക്ലാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ്, അത് പലരും ചോദിക്കാറുണ്ട്, എല്ലാ PYQ ഡിസ്കഷൻസും നടത്താറുണ്ടോ? നമുക്ക് ഈ പ്രീവിയസ് ഇയറിൽ നടന്ന എല്ലാ കൊമേഴ്സ് എക്സാമിനും, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സിൻ്റെ എല്ലാ എക്സാമുകൾക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് എക്സാമുകളുടെയും അതായത് PYQ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ ജൂനിയർ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ നേരത്തെ നടന്നിട്ടുള്ള ജൂനിയർ അക്കൗണ്ട്സിന്റെ എല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ HSST പോലുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് PSC നടത്തിയ ക്വസ്റ്റ്യനുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജ് കിട്ടുകയാണ്. കൃത്യമായിട്ട് ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിലബസ് നിങ്ങളുടെ ജൂനിയർ അക്കൗണ്ടന്റ് സിലബസിൽ ഉള്ള എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ വേറെ ഏത് എക്സാമിനാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോഡൽ എക്സാമുകൾ. CCയെ സംബന്ധിച്ചിടത്തോളം CCയുടെ മോഡൽ എക്സാമുകൾക്കകത്ത് ഇടുന്ന ക്വസ്റ്റ്യനുകൾ പലതും എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്, PSC എക്സാമിന് വരാറുണ്ട്. HSST എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വന്ന് സാറേ ഞങ്ങൾ എഴുതിയ മോക്ക് ടെസ്റ്റ്, ഞങ്ങൾ എഴുതിയ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ PSCക്ക് വന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മളുടെ മോഡൽ എക്സാം കൃത്യമായി പഠിക്കുന്ന കുട്ടികളായിരിക്കണം കേട്ടോ. നമ്മൾ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നൽകും, അതോടൊപ്പം നമ്മളോട് ചേർന്ന് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സും അതിനായിട്ടുള്ള ഒരു ആവേശവും കാണിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്സിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഈ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളുടെ ഈ ഒരു നമ്പർ കണ്ടോ, 89 21 44 0 580 വരുന്ന നമ്മളുടെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. 8921440580 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പുതിയ ബാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഫീസ് വളരെ കുറവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ക്ലാസ് കൊടുക്കുന്ന ആളുകളാണ്. നമ്മൾ ഫീസൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ താഴെ നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോമും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ നിങ്ങളെ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജോലിക്കുള്ള അഡ്വൈസ് എത്തിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ബാച്ചാണ് ഉടനെ തുടങ്ങാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് തയ്യാറാകുക. നിങ്ങൾക്ക് എന്തുണ്ടാകും, റിസൾട്ട് ഉണ്ടാകും, ഷുവറാണ്. ഇത് CC നൽകുന്ന ഉറപ്പാണ്. നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, റിസൾട്ട് ഉണ്ടാകും. അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ട് ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലായിട്ട് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്ത് ചെയ്തോണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.